പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായ വിമർശനത്തിൽ ഉറച്ച സാന്ദ്ര തോമസ്. സംഘടനയിൽ സ്ത്രീകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചതോടെ അസോസിയേഷനിലെ ഭൂരിഭാഗവും തനിക്ക് എതിരായി. ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സാന്ദ്ര പറയുന്നു. ആജ്ഞയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഇപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അതിപ്പോൾ അമ്മയിലും നിർമ്മാതാക്കളുടെ സംഘടനയിലുമെല്ലാം വലിയ തോതിൽ ഉള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്നു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് സാന്ദ്ര പറയുന്നത്? സാന്ദ്ര തോമസ് നൽകിയിരിക്കുന്ന പത്രിക തള്ളാൻ സാധ്യതയില്ലാതിരുന്നതാണ്. അത് തന്നെയാണ് വിദഗ്ധരും ആ വിഷയത്തിൽ അറിവുള്ളവരും പറയുന്നത് അങ്ങനെയാണ്. അതായത് ഇതിന്റെ ബൈലോ അനുസരിച്ചിട്ട് 3 സിനിമയെങ്കിലും മിനിമം അവരുടെ പേരിൽ സെൻസർ ചെയ്തിരിക്കണമെന്നാണ്. ഇവര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പത്രിക തള്ളുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഭരണാധികാരി പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത് 2 സിനിമ മാത്രമേ സാന്ദ്രയുടെ പേരിൽ, അതിനു മുൻപ് സാന്ദ്ര ഫ്രൈഡേ മൂവീസിന്റെ ഭാഗമായിരുന്നു, ആ സാന്ദ്രയുടെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിരിക്കുന്നത് 2 മൂവീസ് മാത്രമാണ്. പക്ഷെ 9 മൂവീസ് സാന്ദ്രയുടെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായ തെളിവുണ്ട്. അത് മാത്രമല്ല, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് സാന്ദ്ര ഈ ഒരു ഫൈറ്റ് തുടങ്ങി വെച്ചത്. അത് ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ തനിക്ക് എതിരായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് സാന്ദ്ര പറയുന്നത്. സാന്ദ്ര നമ്മളോടൊപ്പമുണ്ട്. എന്തായാലും സാന്ദ്രയ്ക്ക് തന്നെ അതിൽ കാര്യത്തിൽ കൂടുതൽ വിശദമായി പറയാനുണ്ടാകും. നമുക്ക് സാന്ദ്രയോട് തന്നെ ചോദിക്കാം, ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പം എന്തായാലും കോടതി വരെ എത്തുന്ന ഒരു സാഹചര്യം എത്തിയല്ലോ. ഇപ്പം ഭരണാധികാരി പത്രിക തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന ഇതിൽ തന്നെയാണ് നിങ്ങൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നതും. എന്നിരുന്നാൽ പോലും അത് തള്ളുന്നു, അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണല്ലോ ഇപ്പൊ കോടതിയെ സമീപിച്ചിരുന്ന ഒരു സാഹചര്യം. എന്ത് പറയുന്നു? അതിനേക്കാൾ മുമ്പായിട്ട് ആദ്യമായിട്ട് എനിക്ക് അഭിലാഷിനോടാണ് പറയാനുള്ളത്. ഒരു ചെറിയൊരു തിരുത്തുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ മുഴുവൻ ആളുകളും എനിക്കെതിരെ നിൽക്കുന്നു എന്നത് തെറ്റാണ്. എനിക്ക് എക്കോ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾ, അതായത് ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് എനിക്കെതിരെ നിൽക്കുന്നത്. സംഘടനയിലുള്ള ഭൂരിഭാഗം ആളുകളും എനിക്ക് സപ്പോർട്ടാണ്. അത് ഞാൻ വിജയിക്കും എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെൻ്റെ നോമിനേഷൻ തള്ളുക പോലത്തെ പരിപാടിയിലേക്ക് അവർ കടക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം. അപ്പം അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള മറ്റ് നിർമ്മാതാക്കൾ എല്ലാവരും തന്നെ ഞാൻ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നവരാണ്. ഈ ഗുണ്ടായിസം കാണിക്കുന്ന, വർഷങ്ങളായി സംഘടനയെ പിടിച്ചടക്കി വച്ചിരിക്കുന്ന ഒരു വളരെ കുറച്ചു പേര്, ഒരു 10ൽ താഴെ ഉള്ള ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ എൻ്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് ഞാൻ തീർത്തും യോഗ്യയായ ഒരു വ്യക്തിയാണെന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ കേരള സമൂഹം മുഴുവൻ കണ്ടതാണ്. എല്ലാവർക്കും അറിയാവുന്നതും ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ്. അത് ഇന്ന് കോടതിയും അത് മനസ്സിലാക്കും. കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നീതി ഉണ്ടാവും എന്ന് തന്നെയാണ് ഇന്നത്തെ എൻ്റെ പ്രതീക്ഷ. ഈ ഭരണാധികാരിയെ വെച്ചതുപോലും നമ്മുടെ ബൈലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ബൈലോയിൽ അങ്ങനെ ഒരു ഭരണാധികാരിയെ വെക്കാനായിട്ട് എവിടെയും പറയുന്നില്ല. അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് അത് നിർവഹിക്കേണ്ടത്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് അദ്ദേഹം ആ സ്ഥാനത്ത് കയറി 6 മാസത്തിനകം ലീവിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അദ്ദേഹം ലീവിലാണ്. അപ്പം അദ്ദേഹം ഇല്ല, ആകെ സെക്രട്ടറി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഭരണാധികാരി 25 വർഷമായിട്ട് ഈ അസോസിയേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു ഭരണാധികാരി അവിടെ വരാനുണ്ടായ സാഹചര്യം? ശ്രീ സിയാദ് ഖോക്കറിനെ പോലെയുള്ള ആളുകൾ അവിടെ വൻ അഴിമതികളും കള്ളത്തരങ്ങളും കാണിച്ചതിന് അതിനെ എതിർക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന നമ്മുടെ അസോസിയേഷൻ തലപ്പത്തിരുന്ന ആളുകൾ കൊണ്ടുവന്നതാണ് ഈ ഭരണാധികാരിയെ. പക്ഷെ ബൈലോ പ്രകാരം അത് തെറ്റാണ്. ഈ 25 വർഷമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു നിഷ്പക്ഷതയില്ലായ്മയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കുശി സാറിനെ പോലെ ഒരാളെ ഭരണാധികാരിയായി വെച്ചിരിക്കുന്നത്. അതിനെയാണ് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ബോധപൂർവമായി തന്നെ ഇത്തരത്തിൽ ഈ ഭരണാധികാരിക്ക്
സാന്ദ്ര കേൾക്കാമെങ്കിൽ ആജ്ഞ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഇതിലുണ്ടാകുന്ന ഒരു സംശയം ഈ ബോധപൂർവമായി തന്നെ അല്ല, കേൾക്കാം. ബോധപൂർവമായി തന്നെ ഇങ്ങനെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വെൽ പ്ലാൻഡ് ആയ തെരഞ്ഞെടുപ്പ്, ആര് ജയിക്കണം ആര് തോക്കണം എന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒന്ന്, അങ്ങനെ തന്നെയാണോ സാന്ദ്ര മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇത് അവർ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയൊരു നാടകമായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ട് ഈ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ഇതുവരെ ഒരു അസോസിയേഷനും സ്ക്രൂട്ടിനിക്ക് മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റിയിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് ഒരു അസോസിയേഷൻ സ്ക്രൂട്ടിനിക്ക് വേണ്ടി മാധ്യമപ്രവർത്തകരെ അകത്ത് കിട്ടുന്നത്. അത് എന്നെ നാണം കെടുത്തുക, എന്നെ അപമാനിതയാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഇത് നിഷ്പക്ഷമായിട്ടാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നാടകമൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നാണ് അവരിത് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് നമ്മളെല്ലാവരും കണ്ടത്. ഇത് ഞാൻ അസോസിയേഷനിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ എൻ്റെ തലപ്പത്തേക്ക് വരികയാണെങ്കിൽ, തലപ്പത്ത് എന്നത് പോട്ടെ, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ കൂട്ടരാജി വയ്ക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ എന്നെ അത്രയ്ക്കധികം അവർ ഭയക്കുകയാണ്. എന്തിനാണ് ഭയക്കുന്നത്? അവർ ഭയക്കുന്നത് അവരുടെ അഴിമതികൾ ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഇത്രയും വർഷങ്ങളായി നടത്തിക്കൊണ്ടുവന്നിരുന്ന വൻ അഴിമതി, അതായത് കോടാനുകോടി പൈസയുടെ അഴിമതി, ഈ പറയുന്ന വ്യക്തിത്വങ്ങളെല്ലാം ജീവിത ചെലവ് നടത്തുന്നത് ഈ അസോസിയേഷൻ്റെ, ഈ പാവപ്പെട്ട നിർമ്മാതാക്കളുടെ കാശിൽ അഴിമതി കാണിച്ചുകൊണ്ടാണ്. അപ്പം ഇന്ന് മറ്റൊരു നിർമ്മാതാവ് ശ്രീ ശശി അയ്യഞ്ചിറ, നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ സെക്രട്ടറിയായി 6 വർഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന അസോസിയേഷൻ നേതാക്കൾ നടത്തുന്ന അഴിമതിയെ അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമാണ്, ഞാൻ ഈ പറയുന്നതിലെല്ലാം കാര്യമുണ്ട് എന്ന് മറ്റൊരു വ്യക്തി കൂടി ഇന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് സംഘടനയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഗുണ്ടകളായ കുറച്ചു പേര് അവരുടെ ഗുണ്ടായിസം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അതിനെയാണ് ഇപ്പൊ ശശി അയ്യഞ്ചിറയെ പോലെയുള്ള നിർമ്മാതാക്കൾ പുറത്തേക്ക് വന്ന് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പുറത്തേക്ക് പറഞ്ഞത്. ഈ അസോസിയേഷന്റെ പേരിൽ അസോസിയേഷന്റെ നിർമ്മാതാക്കളെ, മറ്റ് പാവപ്പെട്ട നിർമ്മാതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ മറ്റൊരു പ്രൈവറ്റ് കമ്പനി തുടങ്ങി അവർ അതിൻ്റെ എല്ലാ എന്താ പറയുക, കോടിക്കണക്കിന് പൈസയാണ്, അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതാണ്. ഇതിനകത്ത് അധികാരമോഹത്തിന് അപ്പുറത്ത് ഒരു പണത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ അധികാരം വിട്ടുതരാൻ തയ്യാറാവാത്തത്. ഇതിൽ സാന്ദ്ര, ഇതിപ്പോൾ ഈ പ്രൊഡ്യൂസർമാർ മാത്രമാണോ ഉള്ളത്? അതിനപ്പുറത്ത് ബാഹ്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള വ്യക്തമായ അറിവില്ല. ബാഹ്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതായത് ഈ ചില സൂപ്പർ താരങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. എനിക്കറിയില്ല. ശ്രീ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആളുകൾ എനിക്കെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ചില സൂപ്പർ താരങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന മട്ടിലൊക്കെയുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്ന പശ്ചാത്തലം